പ്രിയൻ സ്വാമിയെ കൊന്നു എന്ന് ബിജു രമേശ് പീപ്പിൾ ടി വിയിലൂടെ ആദ്യം വെളിപ്പെടുത്തിയ ആ പ്രിയനെ സംബന്ധിച്ച് ഉള്ള വിവരങ്ങളാണ് ഏറ്റവും പുതിയതായി പുറത്തെത്തുന്നത്. പ്രിയൻ ഒളിവിലിരുന്ന് വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു. ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പ്രിയൻ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഈ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, എന്തൊക്കെയാണ് പ്രിയൻ പറയുന്നത് കത്തിൽ? അജിംഷാദ്, ഈ വാർത്ത പുറത്തു വന്ന അന്ന് രാത്രി ഒളിവിൽ പോയ പ്രിയൻ ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അതിൽ അദ്ദേഹം തനിക്കെതിരെ ഉയർന്ന എല്ലാ ആരോപണങ്ങളും നിഷേധിക്കുന്നു. ബിജു രമേശ് പറഞ്ഞത് സത്യവിരുദ്ധമായ കാര്യമാണ് എന്നാണ് എഴുതി തയ്യാറാക്കിയ ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്, ഇത് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമം ആണ് എന്നൊരു ആരോപണം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ബിജു രമേശിനെ താൻ കണ്ടിട്ടില്ല, ഫോണിൽ സംസാരിച്ചിട്ടില്ല എന്ന വിശദീകരണമാണ് ബിജുവിന്റെ ആരോപണത്തെക്കുറിച്ചുള്ള മറുപടിയായി പറയുന്നത്. മാത്രമല്ല, ഈ കേസിൽ തന്നെ ക്രൈംബ്രാഞ്ച് തന്നെ ചോദ്യം ചെയ്തതാണ്, തുടർ നടപടികൾ ഒന്നും ഉണ്ടായില്ല എന്നും പറയുന്നു. ഇനിയും വേണമെങ്കിൽ ഇതുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്ന് വിശദീകരണവും ഇതിലുണ്ട്. മാത്രമല്ല, പ്രവീൺ വധക്കേസുമായി ബന്ധപ്പെട്ട് തന്നെ കീഴ്ക്കോടതി ശിക്ഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു, താൻ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തതാണ്. എന്നാൽ താൻ തന്നെ ഹൈക്കോടതിയിൽ പോയി പ്രവീൺ വധക്കേസിൽ കുറ്റവിമുക്തി നേടി ഇപ്പോൾ സമാധാനപരമായ ജീവിതം നയിച്ചു വരികയാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു ആരോപണം ഉയരുന്നത്. ഇത് വസ്തുതയുമായ ഒരു ബന്ധമില്ലാത്തതാണ്, അതുകൊണ്ട് മാത്രമാണ് താൻ ഒളിവിൽ പോയത്, തനിക്ക് ഈ സംഭവവുമായി യാതൊരു ബന്ധവുമില്ല എന്നൊരു വിശദീകരണം നൽകുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യം, ബിജു രമേശ് ഇത് പീപ്പിൾ ടി വിയുടെ പുറത്തുവിട്ട അന്ന് രാത്രി ഒളിവിൽ പോയതാണ് പ്രിയൻ. അതിനുശേഷം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ പള്ളുരുത്തിയിൽ പ്രിയന്റെ വീടിന് മുന്നിൽ കാവൽ നിൽക്കുകയായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും പ്രിയൻ ആ വീട്ടിൽ വന്നിട്ടില്ല. പ്രിയൻ വളരെ പ്രകടമായി ഒളിവിലിരുന്നു കൊണ്ട് ഇത്തരമൊരു നിലപാട് വിശദീകരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ഈ നിലപാടിൽ അദ്ദേഹം കുറ്റാരോപിതരെ സംരക്ഷിച്ചുകൊണ്ടും ഈ വെളിപ്പെടുത്തൽ നടത്തിയവർക്ക് രാഷ്ട്രീയ മുതലെടുപ്പെന്ന് ആക്ഷേപിച്ചുകൊണ്ടുമുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അജിംഷാദ്, അതോടൊപ്പം തന്നെ സാലി, വളരെ ഒരു ഫോറൻസിക് ബന്ധം ഈ വിഷയത്തിലുണ്ട്. അതായത് ബിജു രമേശ് അന്ന് പീപ്പിൾ ടി വിയിലൂടെ ആദ്യമായി വെളിപ്പെടുത്തിയപ്പോൾ പറഞ്ഞ അതേ വാക്കുകൾ പ്രിയൻ പറഞ്ഞിരിക്കുന്നു ഈ കത്തിൽ. അതായത് പ്രവീൺ വധക്കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ശിക്ഷ അനുഭവിച്ചു, ഇപ്പോൾ ഞാൻ സ്വസ്ഥനായിരിക്കുകയാണ്, എന്നെ കുടുക്കരുത് എന്ന് ബിജു രമേശിനോട് പറഞ്ഞ അതേ വാക്കുകളാണ് ബിജു രമേശ് പറഞ്ഞത്. ആ വാക്കുകൾ തന്നെയാണ് പ്രിയൻ തന്റെ കത്തിൽ എഴുതിയിരിക്കുന്നതെന്ന വളരെ വലിയ ബന്ധവും ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമാണ്, എടുത്തു പറയേണ്ടതാണ്. സാലി. അജിംഷാദ്, തീർച്ചയായും. കാരണം ഇക്കാര്യത്തിൽ പ്രിയൻ എന്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പാകെ വന്ന് ഇത് വിശദീകരിക്കാൻ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ ഒരു അന്വേഷണവും പ്രിയനെതിരെ ഔപചാരികമായി പോലീസ് നടത്തുന്നില്ല എന്ന് നമുക്കൊക്കെ അറിയാം. പിന്നെ എന്തുകൊണ്ട് പ്രിയൻ ഒളിവിൽ പോയി എന്ന ചോദ്യത്തിന് ഇതിൽ വ്യക്തമായ ഉത്തരമില്ല. അവ്യക്തമായ ഒരു മറുപടിയാണ് അദ്ദേഹം നൽകുന്നത്. തന്റെ സ്വസ്ഥ ജീവിതം തകരാറിരിക്കാനാണ് താൻ ഒളിവിൽ പോയതെന്ന അവ്യക്തവും ന്യായീകരിക്കാനാവാത്തതുമായ ഒരു വിശദീകരണം എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിന് നേരിട്ട് വേണമെങ്കിൽ മാധ്യമങ്ങൾക്ക് മുമ്പാകെ ഇത് പറയാമായിരുന്നു. പക്ഷേ അദ്ദേഹം ഇത് എഴുതി തയ്യാറാക്കിയ ഒരു കുറിപ്പടിയായി ചില മാധ്യമങ്ങൾക്ക് എത്തിച്ചു നൽകുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഒരു അവ്യക്തതയുണ്ട്. മാത്രമല്ല, ബിജു രമേശിനെതിരെ രാഷ്ട്രീയ ആരോപണം കൂടി ഉന്നയിച്ചിരിക്കുന്നു എന്നത് വളരെ സവിശേഷമായ സാഹചര്യം കൂടിയുണ്ട്. അതായത് ഈ ആരോപണങ്ങൾ, അതായത് പീപ്പിൾ ടി വിയിലൂടെ ബിജു രമേശ് കൊളുത്തിവിട്ടിയ ആരോപണങ്ങൾക്ക് ശേഷം എങ്ങനെയാണോ ബിജു രമേശിനെ ചില കേന്ദ്രങ്ങൾ പ്രതിരോധിക്കുന്നത്, അതേ ശബ്ദമാണ് ചില മാധ്യമങ്ങൾക്ക് പ്രിയൻ നൽകിയ കത്തിലുമുള്ളത്. സാലി, പ്രധാനപ്പെട്ടവ. ആജിംഷാദ്, തീർച്ചയായും കുറ്റാരോപിതരായവരുടെ ന്യായീകരണങ്ങളും വിശദീകരണങ്ങളും തന്നെയാണ് ഈ പ്രിയന്റെ വിശദീകരണ കുറിപ്പിലൂടെയും പുറത്തു വരുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒന്ന്, രാഷ്ട്രീയ ലക്ഷ്യം ബിജു രമേശിനുണ്ട് എന്ന് ആരോപിക്കുന്നവർ ഈ കുറ്റാരോപിതരായ ആളുകൾ തന്നെയാണ്. അതേ ആരോപണം തന്നെ പ്രിയനും ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. ബിജു രമേശിനെ താൻ കണ്ടിട്ടില്ല, ഫോണിൽ സംസാരിച്ചിട്ടില്ല തുടങ്ങിയ വിശദീകരണങ്ങളാണ് അദ്ദേഹം നൽകുന്നത്. പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, എന്തുകൊണ്ട് ഇത് മാധ്യമങ്ങൾക്ക് നേരിട്ട് മുമ്പിൽ വന്ന് അദ്ദേഹം നൽകുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പള്ളുരുത്തിയിലെ പഷ്ണിത്തോട് പാലത്തിന് സമീപമുള്ള പ്രിയന്റെ വീടിന് സമീപം നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ കാത്തു നിൽക്കുകയാണ്. പക്ഷെ ഒരിക്കൽ പോലും ആ വീട് തുറന്നിട്ടില്ല. ആ പ്രിയന്റെ ഫോൺ അന്ന് സ്വിച്ച് ഓഫ് ആയതാണ്, ഇന്ന് വരെ അദ്ദേഹത്തെ ലഭിക്കുന്നില്ല. അതായത് വളരെ പ്രകടമായി അദ്ദേഹം ഒളിവിൽ പോയിരിക്കുന്നു എന്ന് അവിതർക്കിതമായ കാര്യമാണ്. പക്ഷെ ഒളിവിലിരുന്നു കൊണ്ട് ഇത്തരം ഒരു പത്രക്കുറിപ്പ് എന്തിനിറക്കി എന്നുള്ളതാണ് ചോദ്യം. സ്വാഭാവികമായും ഇതിന്റെ ഗുണഫലം അനുഭവിക്കുന്നത് ഈ വിഷയത്തിൽ കുറ്റാരോപിതരായ അല്ലെങ്കിൽ ആരോപണ വിധേയരായവർ തന്നെയാണ് എന്നുള്ളതാണ്. മാത്രമല്ല, അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ ഇവരുടെ ഭാഷയിലെ സാമ്യവും ഇവരുന്നയിക്കുന്ന
വാദങ്ങളിലെ സാദൃശ്യങ്ങളും ഒക്കെ തീർത്തും യാദൃശ്ചികമാണ് എന്ന് നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. ഇതൊക്കെ തമ്മിൽ എന്തോ ചില ബന്ധങ്ങളുണ്ട് എന്ന് വളരെ പ്രകടമാകുകയാണ്. കൃത്യമായ ബന്ധമാണ് പ്രഥമ ദൃഷ്ടിയാൽ നിഷ്പക്ഷ നിരീക്ഷണത്തിൽ ബോധ്യമാകുന്നത്. ശ്രീ സാലി, ഒരു കാര്യം കൂടി, അതായത് ഈ കത്ത് അതായത് പീപ്പിൾ ടി വിയിലൂടെ ബിജു രമേശ് നിർണായകമായ ഈ വെളിപ്പെടുത്തൽ നടത്തിയ അന്ന് ആണ് ഈ പ്രിയൻ മിസ്സാവുന്നത്, പ്രിയനെ കാണാതാകുന്നത്. അതിനുശേഷം ചില മാധ്യമങ്ങൾക്ക് മാത്രം പ്രിയൻ തന്റെ വാർത്താക്കുറിപ്പ് ഒളിവിലിരുന്ന് എഴുതി നൽകുന്നു. അപൂർവമാണിത്. എപ്പോഴാണ് ഈ കത്ത് നമുക്ക് ലഭിച്ചത്? അജിംഷാദ്, അല്പം മുമ്പ് മാത്രമാണ് ഇത് മാധ്യമങ്ങൾക്ക് കൈമാറിയിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ അന്ന് ഈ പ്രിയൻ വെള്ളാപ്പള്ളി നടേശന്റെ ഏറ്റവും അടുത്ത ബന്ധുവായ ഒരു വ്യവസായിയുമായി വളരെ അടുത്ത സൗഹൃദം അല്ലെങ്കിൽ ബന്ധം പുലർത്തുന്നയാളാണ്. ഈ വലിയ വ്യവസായിക്ക് വേണ്ടി ഇയാൾ ചില കൊട്ടേഷൻ ജോലികളൊക്കെ ഇപ്പോഴും നടത്തുന്നു എന്നൊക്കെ നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പള്ളുരുത്തി പ്രദേശത്ത് പറഞ്ഞു കേൾക്കുന്നത് ഇപ്പോഴും വെള്ളാപ്പള്ളിയുമായും അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ അടുത്ത ബന്ധുവായ അനന്തരവനായ ഒരു യുവ വ്യവസായിയുമായും വളരെ അടുത്ത ബന്ധം ഈ പ്രിയൻ ഇപ്പോഴും സൂക്ഷിക്കുന്നു. ഈ വ്യവസായിയുടെ വലങ്കൈ എന്നാണ് ഈ സമീപവാസികൾ പ്രിയനെ കുറിച്ച് ഇപ്പോഴും പറയുന്നത്. അപ്പൊ സ്വാഭാവികമായും ചില സംശയങ്ങൾ ഉയരുന്നുണ്ട്. അന്ന് ഈ പ്രിയൻ അപ്രത്യക്ഷനായ ദിവസം അന്ന് അവിടെ ചെന്ന മാധ്യമങ്ങളോട് പ്രദേശവാസികൾ പറഞ്ഞത് മിക്കവാറും നിങ്ങൾ അന്വേഷിച്ചുകൊള്ളൂ, ഇന്ന ആളുടെ വീട്ടിലുണ്ടാവും. അത് പേര് പറഞ്ഞത് ഈ വെള്ളാപ്പള്ളിയുടെ അനന്തരവന്റെ പേരാണ്. നമ്മൾ ആ വീട് ഒക്കെ ചെന്നെങ്കിലും അവിടെ നമുക്കൊന്നും പ്രവേശനം അനുവദിച്ചില്ല. പ്രവേശിക്കാനോ അവിടെ കയറി സംസാരിക്കാനോ ഒന്നും അവർ അനുവാദം നൽകിയില്ല. അപ്പോൾ ചില യാദൃശ്ചികതകൾ ഇക്കാര്യത്തിലുണ്ട്. മാത്രമല്ല, ഈ പ്രിയൻ അപ്രത്യക്ഷനായതിന് ആ ദിവസം പ്രദേശവാസികൾ പറയുന്നത് ഈ വെള്ളാപ്പള്ളിയുടെ ബന്ധുവാണ് ഇയാളെ കൊണ്ടുപോയതെന്ന് പറയുകയും ദിവസങ്ങൾക്ക് ശേഷം ഇത്തരം ഒരു പത്രക്കുറിപ്പ് ഇറക്കുകയും ചെയ്യുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. അത് സ്വാഭാവികമായും അത് തന്നെയാണ് ഇതിന്റെ വാർത്തയുടെ കാതലും. തീർച്ചയായും സാലി, ഇപ്പോൾ നമ്മോടൊപ്പം ഭാസുരേന്ദ്ര ബാബു കൂടി ചേരുന്നുണ്ട്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, പ്രിയന്റെ കത്ത് ഒളിവിൽ ഇരുന്നു കൊണ്ട് പ്രിയൻ ഒരു കത്ത് ഒരു വാർത്താക്കുറിപ്പായി ചില മാധ്യമങ്ങൾക്ക് മാത്രം നൽകുകയാണ്. ഒന്ന്, ഇതിനകത്ത് പ്രധാനപ്പെട്ട വസ്തുതകൾ ഒന്നാണ്, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് രംഗത്തെത്തി തലമുണ്ടനം ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് പ്രിയന്റെ കത്ത് വെള്ളാപ്പള്ളി നടേശനും കൂട്ടരും ഉന്നയിക്കുന്ന അതേ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുമായി പ്രിയൻ രംഗത്തെത്തുന്നത്. 2, 3 പ്രധാനപ്പെട്ട കാര്യം, ബിജു രമേശ് അന്ന് പീപ്പിൾ ടി വിയിലൂടെ പറഞ്ഞ അതേ വാക്കുകളാണ് പ്രിയൻ ഇന്നും പറയുന്നത്. താൻ കൊലപാതക ശിക്ഷയ്ക്ക് ശേഷം സ്വസ്ഥനായി കഴിയുകയാണ്, ഉപദ്രവിക്കരുത് എന്ന് ബിജു രമേശ് പറഞ്ഞതുപോലെ താൻ ഈ കത്തിലും അതിന് സമാനമായ വാക്കുകൾ പറയുന്നു. ഒരുപാട് പൊരുത്തങ്ങൾ, ഒരുപാട് സാദൃശ്യങ്ങൾ. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അല്ല, ഇത് ഓരോ ദിവസം കഴിയുമ്പോഴും ഇതുമായി ബന്ധിപ്പിച്ച് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ദുരൂഹതയിലേക്കാണ് എത്തുന്നത്. ഒരു മരണം ഒരു ദുരൂഹത സൃഷ്ടിച്ചതിനേക്കാൾ എത്രയോ വലിയ ദുരൂഹതകളാണ് ഇതുമായി ബന്ധിപ്പിച്ച പുതിയ വെളിവാക്കലുകളുടെ പശ്ചാത്തലത്തിൽ ഒരു തുടർ രീതികൾ എന്ന മാതിരി വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സൂപ്പർ വില്ലൻ ഇതിന്റെ പുറകിൽ നിലനിൽക്കുന്നു എന്ന് വളരെ വ്യക്തമാക്കുന്ന രീതിയിലാണ് സംഭവഗതികളുടെ സഞ്ചാരം എന്ന് പറയാതെ വയ്യ. ഒരുപക്ഷെ കേരളത്തിന്റെ സമകാലിക അവസ്ഥയിൽ ഇത്തരം മാഫിയ ഗ്രൂപ്പുകളുടെ ക്രിമിനൽ ആക്ടിവിറ്റീസ്, ഒരു ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നത് വലിയ അത്ഭുതകരമായിരിക്കുന്നു. ഒരുപക്ഷെ ഇത്രമാത്രം ഇൻവെസ്റ്റിഗേറ്റീവ് താല്പര്യമുള്ള മാധ്യമങ്ങൾക്കപ്പുറത്താണ് ഇത്തരം കൊടുംക്രൂരതകൾ ചെയ്യാൻ കഴിയുന്ന ആളുകളുടെ ബുദ്ധിവൈഭവം എന്നും തോന്നിപ്പോകുന്നു. പ്രിയനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ഇത്തരം ഒരു സാഹചര്യത്തിൽ പുള്ളിയുടെ പേര് ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ നേരെ ചൊവ്വേ പത്രക്കാരിടയിൽ വന്ന് പറയാവുന്ന നിലവാരത്തിലുള്ള പത്രസ്വാതന്ത്ര്യവും ജനാധിപത്യ അവകാശ സ്വാതന്ത്ര്യവും ഒക്കെ നിലനിൽക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. അതിനു പകരം ഒളിവിലിരുന്നു കൊണ്ട്, അങ്ങനെ തന്നെയാണ് താങ്കൾ എഴുതി കാണിക്കുന്നത്, ഒളിവിലിരുന്നു കൊണ്ട് പത്രക്കുറിപ്പ് കൊടുക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ ആരോ അദ്ദേഹത്തിന്റെ മേലിലിരുന്നതിന് പ്രേരിപ്പിക്കുന്നു എന്ന് ചിന്തിക്കുന്നതിന് വലിയ മനസ്സിലാകും. തീർച്ചയായും ശ്രീ ഭാസുരേന്ദ്ര ബാബു ദയവായി തുടരുക. ശ്രീ ബിജു രമേശ് തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ബിജു രമേശ്, താങ്കൾ അന്ന് പീപ്പിൾ ടി വിയിലൂടെ പറഞ്ഞ അതേ വാക്കുകൾ, സ്വസ്ഥനായി ജീവിക്കാൻ എന്നെ അനുവദിക്കണമെന്നായിരുന്നല്ലോ പ്രിയൻ താങ്കളോട് പറഞ്ഞു എന്ന് പറഞ്ഞത്. അതേ വാക്കുകളോടുകൂടി ഒളിവിലിരുന്ന് പ്രിയൻ
കത്ത് വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു. എങ്ങനെ കാണുന്നു ഇതിനെ? പ്രിയൻ ഒളിവിൽ പോകേണ്ട ഒരു പ്രശ്നം ഇവിടെ ഇപ്പൊ വരുന്നില്ലല്ലോ. പ്രിയൻ അറക്കത്ര സന്തോഷം എന്ന് പറയപ്പെടുന്ന വെള്ളാപ്പള്ളി നടേശന്റെ സഹോദരിയുടെ മകന്റെ എന്നുവെച്ചാൽ വെള്ളാപ്പള്ളി നടേശന്റെ അനന്തരവന്റെ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വെഹിക്കിൾ സൂപ്പർവൈഷൻ കാര്യങ്ങൾ നോക്കുന്ന പ്രിയനാണ്. പിന്നെ പ്രിയൻ ഈ പറയുന്നതിന്റെ അന്ന് വരെ പ്രിയൻ അദ്ദേഹത്തിന്റെ അവിടെ വർക്ക് ചെയ്യുന്നതാണ്. അതിനുശേഷം മാറ്റി നിർത്തി അവരെഴുതി കൊടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. പ്രിയനെ പരസ്യമായി രംഗത്ത് വന്ന് പറയാമല്ലോ, ഈ പറയുന്നൊക്കെ കളവാണെങ്കിൽ പരസ്യമായി പറയാമല്ലോ കളവാണ്, ബിജു രമേശുമായി സംസാരിച്ചിട്ടില്ല എന്ന് ഒരു കുറിപ്പ് കൊടുത്തേക്കേണ്ട കാര്യം എന്താണ്? അദ്ദേഹത്തിന് പറയാം, ഇത് ഓപ്പണായിട്ട് പറയാമെന്നുള്ളതാണ്. ബിജു രമേശ്, അതായത് പ്രിയന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ബിജു രമേശിനെ വിളിക്കുകയോ ബിജു രമേശിനോട് പറയുകയോ ഒന്നും താൻ ഏറ്റുപറയുകയോ ചെയ്തിട്ടില്ല എന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നു. എതിർ തെളിവുകൾ സമർപ്പിക്കാനുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും പുള്ളി എന്റെ തിരുവനന്തപുരത്തുള്ള ഇന്ത്യക്കിലിരിക്കുന്ന ഹോട്ടലിൽ വന്നിട്ടാണ് എന്നെ കാണാനായിട്ടുള്ള ചോദിക്കുകയും അവർ അവിടെ ഇരിക്കുന്ന സ്റ്റാഫിന്റെ ഫോണിൽ വിളിച്ച് കണക്ട് ചെയ്തു തരികയും ചെയ്തത്. ഞാൻ കാണാൻ ഞാൻ പറയും തൽക്കാലം കാണാൻ ഫോണിൽ കൊണ്ട് കണക്ട് ചെയ്ത് കൊടുക്കുക തരാൻ പറഞ്ഞു. ഫോണിലൂടെയാണ് സംസാരിച്ചതും ഈ പറഞ്ഞതും ഒക്കെ. എന്നെ ഇനി ഒരു കേസ് കൂടെ ഇതുകൂടെ കേസ് പൊങ്ങി വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ജീവ വരുന്നത് ഉറപ്പാണ്. ഇപ്പൊ ഒരു ജീവ വരുന്നത് ഞാൻ പുറത്തിറങ്ങിയതുകൊണ്ട് ചേട്ടാ എന്നെ ഉപദ്രവിക്കരുത് എന്ന് വളരെ ഇതായിട്ടാണ് പറയുന്നത്. അപ്പൊ ഈ കൊലയാളി തന്നെ നേരിട്ട് വന്ന് പറയുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ കുറച്ചൊന്ന് ബാക്കൗട്ട് ചെയ്ത്. എല്ലാവർക്കും ആ സമയത്ത് ഇതുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ഈ കൊലയാളികളെ ഈ സ്വാമിയെ കൊന്നിട്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സമയം. പിന്നെയും ഞാൻ ഒറ്റയ്ക്ക് കൊലയാളിക്കെതിരെ ഞാൻ ശക്തമായി ഞാൻ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ വരുന്ന സാഹചര്യം എത്തിയപ്പോൾ ഞാൻ ഇത് എല്ലാവരോടും പറഞ്ഞു, ഇത് എല്ലാവരും കൂടെ ചേർന്ന് ടേക്കപ്പ് ചെയ്യണം. ഞാൻ ഒറ്റയ്ക്കായിപ്പോ എനിക്ക് ഈ എന്നെ ഒറ്റയ്ക്ക് അറ്റാക്ക് ചെയ്യും, അതുകൊണ്ട് ഗ്രൂപ്പായിട്ട് അയക്കി കഴിഞ്ഞാൽ ഗ്രൂപ്പിന് അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ധർമ്മവേദിയുടെ മീറ്റിംഗിൽ നിരവധി പബ്ലിക് മീറ്റിങ്ങുകളിലും ഈ കാര്യങ്ങൾ മറ്റൊരു ചാനലിൽ ഞാൻ ആ സമയം അത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഈ വിഷയം. പക്ഷെ അന്നൊന്നും ആരും ഇത് ടേക്കപ്പ് ചെയ്തെടുത്തില്ല. പക്ഷെ ഇപ്പോഴത് ടേക്കപ്പ് ചെയ്തെടുത്തു. അതിന് വലിയ സന്തോഷമുണ്ട്. കാര്യം ഇപ്പം നിരവധി ആൾക്കാർ പല പല തെളിവുകളുമായി ചാനലുകളിൽ വരുന്നു, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. പ്രിയൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. വെള്ളാപ്പള്ളി തുഷാറുമായിട്ടൊക്കെ പ്രിയൻ നിൽക്കുന്ന ഫോട്ടോഗ്രാഫ്സ് എറണാകുളത്തുള്ള അവിടുത്തെ യൂണിയൻകാരുടെ കയ്യിലുണ്ട്. അത് 2 ദിവസത്തിന് ആ ഫോട്ടോഗ്രാഫ് പ്രിയൻ ഇവരുമായി വളരെ അടുത്ത ബന്ധവും സൗഹൃദവും ഇവരുടെ എല്ലാത്തിനും അവിടെ പള്ളുരുത്തി യൂണിയൻ ഇലക്ഷനിലൊക്കെ പ്രിയനാണ് മുന്നിൽ ഗുണ്ട സെറ്റപ്പുമായി മുന്നിൽ നിന്നുകൊണ്ട് ആ യൂണിയൻ ഇലക്ഷനിൽ വെള്ളാപ്പള്ളിയുടെ സഹോദരന്റെ മകനാണ് അവിടെ മത്സരിക്കുന്നത്. ഇപ്പൊ അവിടുത്തെ യൂണിയൻ ഭരിക്കുന്നത്. അത് പിടിച്ചെടുക്കുന്നതിലേക്ക് വേണ്ടി അവിടെ ശക്തമായ എതിർപ്പുണ്ട്. ആ എതിർപ്പുള്ള ലോബിയെ പ്രദീപ് എന്ന് പറയപ്പെടുന്ന ഒരു വലിയൊരു ഇവരുടെ തന്നെ കൂടെ ഉണ്ടായിരുന്ന മാനേജറായിരുന്ന ആളാണ്. പുള്ളിയാണ് അവിടുത്തെ അവരുടെ ഇപ്പോഴത്തെ എതിർ ടീമിൽ നിൽക്കുന്നത്. അവർക്കൊക്കെ വരുന്ന ഭീഷണിയായിട്ട് നിൽക്കുന്നത് ഈ പ്രിയനാണ് നിന്ന് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പൊ യൂണിയൻ ഇലക്ഷൻ തന്നെ പ്രിയന്റെ നേതൃത്വത്തിലാണ് ഗുണ്ടകൾ നിൽക്കുന്നതും. പ്രിയൻ ഈ കഴിഞ്ഞ ഇലക്ഷനിലും അങ്ങനെ ആയിരുന്നു എന്നാണ് അവിടെ നിന്ന് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ള വിവരം. കാര്യം അതിന്റെ പ്രതിഭാഗത്ത് നിൽക്കുന്നവരെല്ലാം തന്നെ നമ്മളുമായി ബന്ധപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ പ്രിയൻ അവിടെ ശക്തനായിട്ട് അവിടെ പള്ളുരുത്തിയിൽ അറക്കത്തറ സെറ്റപ്പിന്റെ നേതൃത്വം കൊടുക്കുന്നത് ഈ പ്രിയൻ തന്നെയാണ്. ഇന്ന് എഴുതി കൊടുത്തു വിടേണ്ട കാര്യമില്ല. എഴുതി കൊടുത്തിട്ട് ഏതോ വക്കീലിനെ കൊണ്ടോ അല്ലെ വെള്ളാപ്പള്ളി നടേശൻ തന്നെ അവർ പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ ടീം അവിടെ എഴുതുന്ന കുറെ എഴുത്തുകാരുണ്ട്. അതാണ് ശ്രീ ബിജു രമേശ്, അതായത് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തി പറയുന്നു ഇത് തെളിയിച്ചാൽ മൊട്ടയടിച്ച് കാശിയിലേക്ക് പോകുമെന്ന്. അതേ ദിവസം തന്നെ പ്രിയന്റെയും കത്ത് ഒളിവിലിരുന്ന് എത്തുന്നു. തീർച്ചയായും ഇതിൽ യാദൃച്ഛികമാണോ ഇത്? ഇതൊക്കെ കംപ്ലീറ്റ് അവർ പ്ലാൻ ചെയ്തിട്ട് ഈ ആദ്യത്തെ രണ്ട് ദിവസം പ്രതികരണത്തിൽ നിന്ന് മാറി നിന്നു. പ്രതികരിക്കുന്നതിൽ പിന്നെ കുറേശ്ശെ പ്രതികരിച്ചു തുടങ്ങി. അപ്പൊ അവര് അതിനുള്ള തെളിവുകളും ആൾക്കാരെയും ഒക്കെ ഇപ്പൊ സാബു എന്ന് പറയുന്ന ആള് ഹിന്ദുസ്ഥാൻ ഹോട്ടലിൽ ഉണ്ടായിരുന്നു ഇന്നലെ വരെ. ഇപ്പൊ സാബു അവിടെ അബ്സ്കോണ്ടിങ് ആണെന്ന് പറയുന്നു. അപ്പൊ ഇവരെല്ലാം ആൾക്കാരെയൊക്കെ ഈ മീഡിയയിൽ നിന്നും എല്ലാത്തിൽ നിന്നും ഈ പറയപ്പെടുന്ന സംഖ്യ പ്രിയൻ രംഗപ്രവേശനം ചെയ്യട്ടെ, ജനങ്ങളോട് പറയട്ടെ, ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്ന് പറയട്ടെ. ഇത് പ്രിയൻ പലരോടും പറഞ്ഞു നടക്കുകയും അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഇല്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ സാബുവിനെയും രംഗത്ത് കൊണ്ടുവരേണ്ടതാണ്, ജനമധ്യത്തിൽ കൊണ്ടുവന്ന. സാബുവിന് പറയാനുള്ളതും എന്തായിരുന്നു സംഭവിച്ചത്, സ്വാമി എങ്ങനെ കൊല്ലപ്പെട്ടത് എന്ന് പറയുന്ന ഏക ദൃക്സാക്ഷി സാബുവാണ്. ഇനി ഞാൻ ഭയപ്പെടുന്നത് സാബുവിന് എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. കാര്യം ഏക ദൃക്സാക്ഷി സാബുവാണ്. ഈ കേസ് വരുന്നെങ്കിൽ ചിലപ്പോൾ സാബുവിന്റെ ജീവന് തന്നെ അപായപ്പെടാനും സാധ്യതകൾ ഉണ്ട്. തീർച്ചയായും. അതായത് എന്തുകൊണ്ട് ഒരു വാർത്താ സമ്മേളനം നടത്തി ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പ്രിയൻ തയ്യാറാകുന്നില്ല? എന്താണ് മാധ്യമങ്ങളെ അല്ലെങ്കിൽ പരസ്യമായി എത്താൻ പ്രിയൻ പേടിക്കുന്നത് താങ്കളുടെ നിരീക്ഷണത്തിൽ? പരസ്യമായി എത്താന്ന് വെച്ചാൽ അത്രയ്ക്കുള്ള
ഒരു ഇതുള്ള ഒരു ലെവലിലുള്ള പയ്യനല്ല. കാരണം ഇത് ഏതെങ്കിലും രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വായിന്ന് സ്ലിപ്പ് ഓഫ് മാധ്യമത്തിന്റെ അടുത്തല്ലേ, നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവനെ ചോദിച്ച് നിങ്ങളുടെ വായിന്ന് ഇരിക്കുന്ന മനസ്സിലിരിക്കുന്ന എല്ലാം ചോദിച്ചെടുക്കും എന്ന് ഭയന്നിട്ട് തന്നെ ആയിരിക്കാം അവനെ പുറത്തോട്ട് വിടാത്തത്. അത് ഇവനെ ഒളിപ്പിച്ചിരിക്കുന്ന കേന്ദ്രങ്ങൾക്ക് അതറിയാം. തീർച്ചയായിട്ടും അറിയണമല്ലോ. അവനെ കാര്യം നേരത്തെ ഒരു കൊലക്കേസിൽ ജീവപര്യന്തം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ കൊലക്കേസുമായി ബന്ധം വരുന്നു. എന്നിട്ടും കംപ്ലീറ്റ് മറ്റേ ആദ്യം ഉണ്ടായിരുന്ന കേസിന് കംപ്ലീറ്റ് രാമപിള്ള എന്ന് പറയപ്പെടുന്ന അഭിഭാഷകനെ 10 ലക്ഷം രൂപ നൽകി കേസ് നടത്തിയെന്ന് പറഞ്ഞത് ശരിയാണ്. രാമപിള്ള സാറിന്റെ ഫീസ് എന്ന് പറയുന്നത് 10, 15, 20 ലക്ഷം രൂപയാണ് മർഡർ കേസിന് വാങ്ങിക്കുന്നത്. അപ്പൊ ആ കേസിന് 10 ലക്ഷം രൂപ കുറഞ്ഞ ഒരു മർഡർ കേസ് രാമപിള്ള സാർ ഇപ്പൊ എടുക്കാറില്ല. അത്രയും വളരെ ഫീസ് കൊടുക്കപ്പെടുന്ന ഒരു അഡ്വക്കേറ്റ് ആണ് ഈ കേസ് നടത്തിയത് എന്നുള്ള വസ്തുത നമുക്ക് തള്ളിക്കളയാൻ. അതെ അതെ, അത് അന്നും താങ്കൾ തന്നെ പറഞ്ഞതാണ്. പക്ഷേ ഇതിനകത്ത് ഈ കത്തിലെ ഒരു സമാനത താങ്കളുടെ മുമ്പിലേക്ക് വെക്കുന്നു. അതായത് ബിജു രമേശ്, താങ്കൾ പറഞ്ഞു, ഞാൻ നേരത്തെ ചോദിച്ചതാണ്, പക്ഷെ അതിൽ വിശദമായി പോകാനായില്ല. അതായത് താങ്കളെ ഹോട്ടലിൽ വന്ന് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ താഴെയുള്ള തൊഴിലാളിയെ കാണുന്ന സമയത്ത് ഇയാൾ പ്രിയൻ ഫോണിലൂടെയും താങ്കളോട് പറഞ്ഞിരുന്നത് ഇതാണ്: ഞാനൊരു കൊലപാതകത്തിൽ കുടുങ്ങി അതിൽ നിന്ന് രക്ഷപ്പെട്ടതേ ഉള്ളൂ, സ്വസ്ഥമായി കഴിയുകയാണ്, ഇനി എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് താങ്കളോട് കേണപേക്ഷിക്കുന്ന ഒരു കാര്യം. അതേ വാക്കുകൾ തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ ഇന്ന് പ്രിയൻ എഴുതി വച്ചിരിക്കുന്നതും. താങ്കളുടെ വാക്കുകളുടെ വിശ്വാസ്യത വർദ്ധിക്കുകയാണ്. അന്ന് എന്നോട് പറഞ്ഞ അത് തന്നെയാണ്. ഞാൻ ഇപ്പം ഒരു കേസ് മറ്റേ പ്രവീൺ വധക്കേസും ഇപ്പൊ തന്നെ ജീവപര്യന്തമായിരുന്നു. അതിൽ നിന്ന് ഞാനിപ്പോ ഊരി പോകുന്നതേ ഉള്ളൂ. ഇനി ഈ ഒരു കേസ് കൂടെ എന്റെ വരെയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ജീവപര്യന്തം തന്നെ കിട്ടും. ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തും. അതുകൊണ്ട് എന്നെ ചേട്ടാ ഉപദ്രവിക്കരുത്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഞങ്ങൾ ഉപദ്രവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞ ഈ ചേട്ടൻ ഇപ്പൊ സെക്രട്ടേറിയറ്റ് മെഡിക്കൽ ധർണയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നു, പരാതികൾ നൽകുന്നു. CBI എൻക്വയറി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ കേസിൽ എന്നെ ശിക്ഷിക്കപ്പെടും. അതുകൊണ്ട് ചേട്ടന് തന്നെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം കൊലയാളി നേരിട്ട് എന്നോട് വന്ന് അഭ്യർത്ഥിക്കുമ്പോൾ ഞാൻ പിന്നെയും അതിന് ശക്തമായി പോവുകയാണെങ്കിൽ കൊലയാളിയും അതിന്റെ പിന്നിൽ നിൽക്കുന്നവരും എന്നെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എനിക്കിപ്പോൾ മരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഞങ്ങളുടെ മീറ്റിംഗിൽ പറഞ്ഞത്. ഉടനെ എനിക്ക് മരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാറുണ്ട്. അതുകൊണ്ട് ഒരു കൊലയാളിക്ക് മുന്നേ ഒറ്റയ്ക്ക് ഞാൻ ഇറങ്ങി ഫൈറ്റ് ചെയ്യാൻ ഞാനില്ല. നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് നമ്മളൊരു വക്കാലത്തും കാര്യങ്ങളും എല്ലാം കൂടെ എല്ലാവരും കൂടെ ആയിട്ട് ചെയ്യാമെങ്കിൽ ഞാൻ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. പറഞ്ഞതല്ലാതെ കേസിന് പിന്നെ രണ്ടാമത് പോകാനായിട്ട് ആരും തയ്യാറായില്ല. തീർച്ചയായും ശ്രീ ബിജു രമേശ്, ഒരു കാര്യം കൂടി, അതായത് ആ വെള്ളാപ്പള്ളിയും പ്രിയനുമായി ഒത്തുനിൽക്കുന്ന ഫോട്ടോ അടക്കമുള്ള തെളിവുകളുണ്ട് എന്ന് പറഞ്ഞു. അത് എപ്പോഴാണ് ഞങ്ങൾക്ക് തരിക? ശ്രീ ബിജു രമേശ്, തീർച്ചയായും ഇപ്പോൾ നമ്മോടൊപ്പം ശ്രീ സെബാസ്റ്റ്യൻ പോൾ കൂടി ചേരുകയാണ്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഒളിവിലിരുന്ന് ഒരു നിർണായക ആരോപണത്തിന് വിധേയനായ ഒരു വ്യക്തി ഒളിവിലിരുന്ന് വാർത്താ കുറിപ്പിറക്കുന്നു, പ്രിയൻ. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, പ്രിയൻ കൊച്ചിയിലെ പള്ളുരുത്തിലെ വീട്ടിൽ നിന്ന് കാണാതായി എന്ന വാർത്ത നേരത്തെ വന്നിരുന്നു. എന്തിനാണ് ഈ പ്രിയൻ പെട്ടെന്ന് ഒളിവിൽ പോകുന്നത്? ആരാണ് അയാളെ ഇവിടെ നിന്നും മാറ്റിയത്, ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നത്? അതൊക്കെ തന്നെയാണ് അന്വേഷിക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ ബിജു രമേശ് പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ പ്രിയന്റെ വാർത്താക്കുറിപ്പിലെ വാചകങ്ങൾ നമ്മൾ ഇപ്പോൾ ചേർത്ത് വായിച്ചല്ലോ. അതിൽ നിന്ന് നമുക്ക് വളരെ സംശയരഹിതമായി ഒരു കാര്യം ബോധ്യപ്പെടുന്നുണ്ട്. പ്രിയൻ എന്നയാളെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രിയൻ തന്നെയാണ് ഈ കുറ്റവാളി, കൊലപാതകി എന്ന് അയാൾ സമ്മതിച്ചതായി ബിജു രമേശ് പറയുന്നു. ബിജു രമേശോട് പറഞ്ഞ കാര്യങ്ങൾ അതേ വാചകങ്ങൾ തന്നെയാണ് ഇന്ന് വാർത്താക്കുറിപ്പിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഈ പ്രിയനെ ഒഴിവാക്കിക്കൊണ്ട്, പ്രിയനെ ഒളിവിൽ നിർത്തിക്കൊണ്ട് നമുക്ക് ഈ ആരോപണങ്ങളും വാദങ്ങളും തീർക്കാൻ കഴിയില്ല. തീർച്ചയായും പുനരന്വേഷണം വേണം എന്ന് പറഞ്ഞാൽ ആ അന്വേഷണം ആരംഭിക്കേണ്ടത് പ്രിയൻ എന്ന വ്യക്തിയിൽ നിന്ന് തന്നെയാണ്. ശാശ്വതികാനന്ദ എന്ന അതീവ സ്വാധീന ശക്തിയുള്ള ഒരു വ്യക്തിയെ ഈ രീതിയിൽ അപായപ്പെടുത്താൻ പ്രാപ്തിയുള്ളവർക്ക്, ആ ശക്തികൾക്ക് ഈ വിഷയവുമായി മുന്നോട്ട് പോകുന്നവരെ തടയാൻ സാധിക്കും. അത് ഏത് രീതിയിലായിരിക്കും എന്ന് പറയാൻ കഴിയില്ല. ബിജു രമേശ് ഇപ്പോൾ ഇവിടെ പ്രകടിപ്പിച്ച ആശങ്ക, അത് ഇതുപോലെ ഒരാൾ ആ ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ അതും നമുക്ക് നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ന് ഒളിവിലിരുന്ന് പ്രിയൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ തന്നെ ഈ കേസിൽ തുടരന്വേഷണം ആവശ്യമുണ്ട് എന്നതിന് ഏറ്റവും ശക്തമായ തെളിവായി മാറിയിരിക്കുകയാണ്. തീർച്ചയായും വളരെ വ്യക്തമാണ്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഒരു കാര്യം കൂടി, അതായത് ബിജു രമേശ് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതിൽ രണ്ട് മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, സാബു എന്ന നിർണായകമായ ആ ദൃക്സാക്ഷിയുടെ വിവരം.
ആ ദൃക്സാക്ഷിയെ ഇനി അപായപ്പെടുത്താനാണ് സാധ്യതയെന്ന് ബിജു രമേശ് ഇതുവരെ പറഞ്ഞതിൻ്റെ വിശ്വാസ്യതയൊക്കെ നമുക്ക് കൃത്യമായി ബോധ്യമായി. അങ്ങനെയെങ്കിൽ ആ ഒരു സംശയം നിർണായകമാണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം ബിജു രമേശ് ഉയർത്തിക്കാട്ടിയത് ഇതാണ്: പ്രിയനെ മനഃപൂർവ്വം ഒളിവിൽ കൊണ്ടുപോയി ഇരുത്തിയ അതേ ശക്തികൾ തന്നെയാണ്. അതായത് അദ്ദേഹം ഉദ്ദേശിച്ചത് വെള്ളാപ്പള്ളി നടേശനെയാണ്. വെള്ളാപ്പള്ളി നടേശനും അല്പം മുമ്പ് മാധ്യമങ്ങളോട് കാശിക്ക് പോകും, മൊട്ടയടിക്കും, ഇതൊക്കെ തെളിയിച്ചാൽ എന്ന് പറഞ്ഞു. ഇത് രണ്ടും ഒരേ ദിവസം അടുത്തടുത്തെത്തുന്നു. അത് യാദൃച്ഛികമല്ല, പ്രീ പ്ലാൻഡ് ആണെന്നും ബിജു രമേശ് നിരീക്ഷിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് കൂടി സെബാസ്റ്റ്യൻ പോൾ. അത് ഇവിടെ നമ്മൾ പറഞ്ഞു, സാബുവിന്റെ കാര്യം പറഞ്ഞു, പ്രിയന്റെ ജീവൻ പോലും ഒരു എന്താ ഉറപ്പുള്ളത്? ഇവിടെ പ്രിയനേക്കാൾ ഉയർന്ന ചില ആളുകൾ ശക്തികളുണ്ട്. ആ പേരുകളാണ് ഇപ്പോൾ ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. അവരുടെ ആത്മരക്ഷാർത്ഥം അവർ എന്തെല്ലാം നടപടി സ്വീകരിക്കും എന്ന് പറയാൻ കഴിയില്ല. ഇവിടെ ശാശ്വതികാനന്ദ എന്ന സ്വാമിയെ കൊലപ്പെടുത്താൻ പ്രാപ്തിയുള്ള ശക്തികൾക്ക് പ്രിയനെ പോലും വകവരുത്താൻ കഴിഞ്ഞു എന്ന് വന്നേക്കാം. അതുകൊണ്ടാണ് ഏറ്റവും പെട്ടെന്ന് ഇത് അന്വേഷണത്തിനുള്ള ഉത്തരവുണ്ടാവണം, നടപടി ഉണ്ടാവണം, പ്രിയനെ പോലീസ് കസ്റ്റഡിയിലേക്ക് വാങ്ങണം, ചോദ്യം ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ മഹാരാഷ്ട്രയിലെ മധ്യപ്രദേശിലെ വ്യാപ മരണങ്ങളെ കുറിച്ച് നമ്മൾ വായിച്ചല്ലോ. അതുപോലെയുള്ള ദുരൂഹ മരണങ്ങൾ ഇനിയും കേരളത്തിൽ സംഭവിക്കും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നേരത്തെ നമ്മൾ കണ്ടെത്തിയതുപോലെ, അതായത് ബിജു രമേശ് പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് ഈ കത്തിലും പരാമർശിക്കപ്പെട്ടത്. അതിൻ്റെ സമാനത, അതിൻ്റെ സാദൃശ്യം വളരെ പ്രസക്തമാക്കുന്നു. പ്രിയനെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യണം, അല്ലെങ്കിൽ പ്രിയനെ പുനരന്വേഷണത്തിന് ഉൾപ്പെടുത്തി പുനരന്വേഷണം നടത്തണം എന്നതിനെ സംബന്ധിച്ച് താങ്കളും അത് നിരീക്ഷിച്ചു. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടന്നാൽ, പ്രിയനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ആരോപണങ്ങൾ എന്നത് വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ടാണ്. ആ വെള്ളാപ്പള്ളി നടേശനും കേന്ദ്രവും എന്തിന് അല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രിയൻ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് നിഷേധിക്കുന്നു? തൊട്ടടുത്ത് തന്നെ പ്രിയൻ ഈ വാർത്താക്കുറിപ്പ് ഇറക്കുന്നു. ഈ സമാനതകളെ സംബന്ധിച്ചു കൂടി കാര്യം, ഇപ്പോൾ 12 വർഷം മുമ്പ് ശാശ്വതികാനന്ദയുടെ മരണം സംഭവിച്ച അന്നു മുതൽ കേൾക്കുന്ന പേരാണ് പ്രിയൻ എന്നുള്ളത്. അതെ. അപ്പൊ അതുകൊണ്ട് അതിപ്പോ ഇപ്പോൾ പെട്ടെന്ന് പൊന്തി വന്ന ഒരു പേരല്ല. അതിനുശേഷം പ്രിയൻ മറ്റൊരു കൊലക്കേസിൽ അകപ്പെട്ടു, ശിക്ഷിക്കപ്പെട്ടു, അത് കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ബിജു രമേശ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇപ്പോൾ പ്രിയൻ വാർത്താക്കുറിപ്പിൽ പറയുകയും ചെയ്യുന്നു. അയാൾ അപ്രത്യക്ഷനാണ്, അയാൾ വീട്ടിൽ നിന്ന് ഒളിവിൽ പോയിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ പ്രിയൻ എന്നത് ഒരു ഉപകരണം മാത്രമാണ്, ഒരു വാടകയ്ക്ക് കൊലയാളി മാത്രമാണ്. അയാൾക്ക് കൂലി കൊടുത്ത് വില കൊടുത്ത് ആരാണ് ഈ കൃത്യം നിർവഹിച്ചത് ഏതാണെന്ന് നമുക്കറിയേണ്ടത്. ആ അറിവിലേക്ക് നമ്മൾ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട് കേരളം. അത് കൃത്യമായി പിൻ പോയിന്റ് ചെയ്ത് ആ ശക്തികളെ എക്സ്പോസ് ചെയ്ത് അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക, അത് നമ്മുടെ എല്ലാം അവകാശം, ജനാധിപത്യത്തിന്റെ തന്നെ ധർമ്മമാണത്. തീർച്ചയായും. കാരണം അവർ വെറും വ്യക്തികളല്ല, അവരൊക്കെ ഒരു സമുദായത്തെ നയിക്കുന്നവർ, രാഷ്ട്രീയമായ ശക്തി ആർജിക്കാൻ ശ്രമിക്കുന്നവർ. പിന്നെ എന്താണ് ഇവിടെ നടന്നത് എന്ന് നമുക്കറിയണ്ടേ? അത് അറിയുന്നതിനുള്ള നമുക്ക് അവകാശമുണ്ട്. തീർച്ചയായും. അതായത് ഏറ്റവും ഒടുവിലായി അവസാനമായി ഈ പ്രിയന്റെ ഒളിവിലിരുന്നുള്ള ഈ ഒളിവ് കത്ത് എന്ന് വിശേഷിപ്പിക്കാമെങ്കിൽ അത് ഇതിന്റെ പുനരന്വേഷണത്തിന്റെ സാധ്യത കൂടുതൽ കൂട്ടുകയാണ്. അത് പുനരന്വേഷണം അത്യാവശ്യമാണ്, അത് ഒഴിവാക്കാൻ കഴിയില്ല. അതുകൊണ്ട് പ്രയോജനമുണ്ടാകും എന്നതിന് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും നല്ല സൂചനയാണ് ഈ ഒളിക്കത്ത്. തീർച്ചയായും വളരെ വ്യക്തം. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, വളരെ നന്ദി ഈ നിമിഷത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇങ്ങനെയാണ് നിരീക്ഷിക്കപ്പെടുന്നത് വിവിധ കോണുകളിൽ. ഈ കത്തും ബിജു രമേശ് അന്ന് പീപ്പിൾ ടിവിയിൽ ആദ്യമായി കൊളുത്തിയ ആ വാക്കുകളും തമ്മിൽ പ്രിയരെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞ പല കാര്യങ്ങളെ സംബന്ധിച്ചും സമാനതകൾ. വെള്ളാപ്പള്ളി നടേശൻ എന്ന ആരോപണ കേന്ദ്രം ഒരുപക്ഷെ പ്രതികരിച്ചതിന് തൊട്ടടുത്ത് തന്നെ പ്രിയനും ഇത് കണക്ക് ഒളിവിലിരുന്നു കൊണ്ട് ഒരു കത്ത് തരുന്നു. ഇതുവരെ മിണ്ടാതിരുന്ന പ്രിയൻ അല്പം മുമ്പ് ഒരു കത്ത് തരുന്നു. ഈ സമാനതകളൊക്കെയാണ് പുനരന്വേഷണത്തിന്റെ അനിവാര്യത ഈ കത്തിന് ശേഷം കൂടുതൽ രംഗത്തെത്തുന്നു എന്ന് സെബാസ്റ്റ്യൻ പോൾ അടക്കമുള്ളവർ താങ്കളും നേരത്തെ നിരീക്ഷിച്ചതാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു. അല്ല, അതിനകത്ത് ഇപ്പോൾ ഒരു സ്റ്റാറ്റസ് കോ, ഇപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥയിൽ ഇതിനെ സംബന്ധിച്ച ഗതിവിഗതികൾ എങ്ങനെ നിൽക്കുന്നു എന്ന് നോക്കുമ്പോൾ നമ്മുടെ ആഭ്യന്തരമന്ത്രി തന്നെ ക്രൈംബ്രാഞ്ചിനോട് പുനരന്വേഷണ സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ പുനരന്വേഷണത്തിന്റെ ദിക്കിലേക്ക് സഞ്ചരിക്കുന്നുണ്ട്. അപ്പൊ ആ പശ്ചാത്തലത്തിലാണ് ഇന്ന് തന്നെ പീപ്പിൾസ് ടിവി പുറത്തേക്ക് വിടുന്ന പാലിൽ എന്താ പറയാ പ്രമേഹ രോഗത്തിനുള്ള മരുന്ന് കൊടുത്ത് അദ്ദേഹത്തെ പരിക്ഷീണനാക്കി വെള്ളത്തിലെറിഞ്ഞു എന്ന് പറയുന്നതും പ്രിയന്റെ ഈ വാർത്താക്കുറിപ്പ് വരുന്നതും ഒക്കെ ഒന്നിച്ച് ഈ ദിവസമാണ് സംഭവിക്കുന്നത്. അങ്ങനെ വരുമ്പം
രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യം, ആ അന്വേഷണം അല്ലെങ്കിൽ പുതിയ അന്വേഷണത്തിന്റെ സാധ്യത അന്വേഷിക്കുന്ന അന്വേഷണം, ആ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ പ്രിയനെയും നേരത്തെ സൂചിപ്പിച്ച പുതിയ വെളിവാക്കലുകളെ കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യേണ്ടി വരും. അപ്പൊ അതേക്കുറിച്ച് ഇവരെയൊക്കെ കണ്ടു തന്നെ അവർക്ക് സംസാരിക്കേണ്ടി വരും. വേറെ ഒരു വഴിയുമില്ല. ആ സാഹചര്യത്തിൽ ബിജു രമേശിന്റെ വിശദമായ മൊഴി എടുക്കേണ്ടി വരും. ബിജു രമേശ് നമ്മളോട് പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന പക്ഷം പറയുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. ഇവരെയൊക്കെ അന്വേഷിച്ച് പോലീസിന് പോകേണ്ടിയും വരും. നാം പറയുന്നത് ഇത് ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കേണ്ട രീതിയാണ്, സാധാരണഗതിയിലുള്ള രീതികളാണ്. പക്ഷെ ഇവിടെ അസാധാരണക്കാരായ ആളുകളാണ് പിന്നിൽ നിന്ന് ചരട് വലിക്കുന്നത്. ഒന്ന് പരിശോധിച്ചു നോക്കുക. SNDP എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ ചില കാര്യങ്ങളുടെ അള്ളുകളിലേക്ക് സഞ്ചരിച്ചപ്പം ഒരു സമുദായ നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്ന രീതികൾ, ഒരു മാഫിയ പ്രവർത്തനത്തിന് ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ച പ്രിയൻ എന്നയാൾ SNDPയുടെ നേതാവിന്റെ SNDPയുടെ ഏറ്റവും ഉന്നതനായ നേതാവിന്റെ ഏറ്റവും അടുത്ത അനുയായിയാകുന്നു എന്ന് പറയുമ്പോൾ ഈ നിലയ്ക്ക് മാഫിയ പ്രവർത്തനങ്ങളിലൂടെയോ അല്ലെങ്കിൽ കൊട്ടേഷൻ സംഘത്തിന്റെ കൂടെയോ ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇരുണ്ട ജീവിത പശ്ചാത്തലമോ ബാക്ക്ഗ്രൗണ്ട് ഇവർക്കൊക്കെ ഉണ്ട് എന്ന് വരുമ്പോൾ സത്യത്തില് ഈഴവ സമുദായത്തിൽ വളർന്നു വന്നിരിക്കുന്ന പുത്തൻ പണക്കാർ അവലംബിക്കുന്ന അൺഎത്തിക്കലായ സമീപന രീതി, ഏത് രീതിയിലും പണം സമ്പാദിക്കാം എന്ന നിലയ്ക്ക് കുറെ പുതിയ പണക്കാർ ഇതിനകത്ത് വന്ന് ആ പ്രസ്ഥാനത്തെ തന്നെ ഒറ്റുകൊടുത്തിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ പ്രസ്ഥാനത്തിന് തന്നെ കേരള ഭാവുകത്വ രൂപീകരണത്തിൽ ഉണ്ടായിരുന്ന ഒരു പൂർവ്വ മഹിമ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഇന്ന് വെള്ളപ്പുള്ള നടേശൻ പറഞ്ഞു താൻ തലമൊട്ടയടിച്ച് കാശിക്ക് പോകാമെന്ന്. തലമൊട്ടയടിക്കുകയും കാശിക്ക് പോവുകയൊക്കെ ചെയ്യുന്നത് ഹിന്ദുക്കളെ സംബന്ധിച്ച് മോക്ഷസായുജ്യമാണ്, അല്ലെങ്കിൽ ശിക്ഷാവിധിയൊന്നുമല്ല. അതുപോലും അദ്ദേഹത്തിന് അറിയില്ല. ആരൊക്കെയോ പറയുന്ന കാര്യം എവിടേക്കോ നിന്ന് എങ്ങനെയൊക്കെയോ വിളിച്ചു പറഞ്ഞ് ഉപജീവനം കഴിക്കുന്ന ആളായി അദ്ദേഹം അതപ്പതിച്ചിരിക്കുന്നു. ആ ധാരണയില്ല എന്താണ് കാശി യാത്ര, അതൊന്നും അദ്ദേഹത്തിന് ഒരു ധാരണയുമില്ലാത്ത കാര്യങ്ങളാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്ന അവിവേക പ്രസ്താവങ്ങളായി ഇതൊക്കെ അധപ്പതിക്കുന്നു. അത് വളരെ അപകടകരമായ ഒരു പ്രവണതയായി മാറിയിരിക്കുന്നു. അതാണ് കേരള രാഷ്ട്രീയവും സാഹിത്യവും അല്ലെങ്കിൽ കേരള ചരിത്രവും ഒക്കെ ഇന്ന് നേരിടുന്ന പ്രമുഖമായ വെല്ലുവിളി. വളരെ വ്യക്തമാണ് ശ്രീ പ. സുരേന്ദ്രൻ ബാബു. ഇപ്പോൾ ജേക്കബ് ജോർജ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, പുതിയ വെളിപ്പെടുത്തലുകൾ പീപ്പിൾ ടിവിയിലൂടെ ആദ്യമായി ബിജു രമേശ് നടത്തിയ ചില നിർണായകമായ അല്ലെങ്കിൽ ശാശ്വതീകാനന്ദ സ്വാമികളുമായി ബന്ധപ്പെട്ട് നേരത്തെ നിന്ന ആരോപണങ്ങളിൽ ഏറ്റവും പുതിയ ചില വിവരങ്ങളുമായി അറിവുകളുമായി പുറത്തേക്ക് പീപ്പിൾ ടിവിയിലൂടെ ബിജു രമേശ് എത്തുമ്പോൾ അതിനുശേഷം കേരളം അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരോ തെളിവുകൾ, ഓരോരോ ആരോപണങ്ങൾ, അത് സ്ഥിരീകരിക്കുന്ന വാക്കുകൾ ഒക്കെയായി നിറഞ്ഞു നിൽക്കുകയാണ് കേരളത്തിൽ. ഈ സാഹചര്യത്തിലാണ് പ്രിയന്റെ കത്ത് കൂടി എത്തുന്നത്. ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശം അല്ലെങ്കിൽ പുനരന്വേഷണത്തിലേക്ക് നീങ്ങേണ്ട സാഹചര്യമാണോ സംജാതമായിരിക്കുന്നത് പ്രിയന്റെ കത്തോടുകൂടി? പ്രിയന്റെ കത്ത് എന്താണെന്ന് ഞാൻ കേട്ടില്ല. അതായത് പ്രിയൻ പറഞ്ഞിരിക്കുന്ന കത്ത്, അതായത് 2-3 കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ശ്രീ ജേക്കബ് ജോർജ്. അതായത് പ്രിയൻ ബിജു രമേശ് ഈ ആരോപണം ഉന്നയിച്ച അന്ന് തന്നെ എറണാകുളത്തെ വസതിയിൽ നിന്നും പ്രിയൻ മിസ്സിംഗ് ആണ്. പ്രിയനെ കുറിച്ച് ഒരു വിവരവുമില്ല. ഇന്ന് അല്പം മുമ്പാണ് പ്രിയൻ ഇത്തരത്തിൽ ഒളിവിലിരുന്ന് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുന്നത്. 1. 2, അതിനകത്ത് പറയുന്ന കാര്യം ബിജു രമേശിനെ കണ്ടിട്ടില്ല, ബിജു രമേശുമായി സംസാരിച്ചിട്ടില്ല, ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന്. ആ സ്വരവും ശബ്ദവും ഒക്കെ നേരത്തെ ആരാണ് കേരളത്തിൽ ഉന്നയിച്ചുകൊണ്ടിരുന്നത്, അതിന് സമാനത. 2. മൂന്നാമത്തെ കാര്യം, അന്ന് ബിജു രമേശ് പീപ്പിൾ ടിവിയിലൂടെ പറഞ്ഞ കാര്യം ഇങ്ങനെയായിരുന്നു. അതായത് കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട തന്നെ രക്ഷിക്കണം, ഇനി തന്നെ ഒന്നിലും കൊടുക്കരുത് എന്ന് പറഞ്ഞ് എന്നാണ് പ്രിയൻ പറഞ്ഞു എന്ന് ബിജു രമേശ് പറഞ്ഞത്. അതേ വാക്കുകൾ തന്നെ ഈ കത്തിലുണ്ട്. ഞാൻ ഒരു കൊലപാതക കേസിൽ നിന്ന് മുക്തനായി സ്വസ്ഥമായി കഴിയുകയാണ്, ഇതിൽ നിന്ന് എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്നും അതേ വാക്കുകൾ പ്രിയന്റെ വാർത്താക്കുറിപ്പിലും വരുന്നു. സമാനതകൾ ഒരുപാട്. ഇതാണ് ആ കത്തിന്റെ ഉള്ളടക്കവും. ശ്രീ ജേക്കബ് ജോർജ്, എങ്കിൽ പ്രിയൻ എന്തിനാണ് എറണാകുളത്ത് നിന്ന് ഒളിവിൽ പോയത് എന്ന കാര്യം അവ്യക്തമാണ്. അപ്പം ബിജു രമേശ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് കരുതി അദ്ദേഹം അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതല്ലെങ്കിൽ പിന്നെ ആരെ പിടിക്കണം, എന്തിനെ പിടിക്കണം? തീർച്ചയായിട്ടും ഒളിവിൽ പോയിട്ടുണ്ട് എങ്കിൽ അത് എന്തിനാണ് ഒളിവിൽ പോയത് എന്ന് പറയണം. സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ടെലിവിഷൻ കയറി പറയുക, നമ്മളെ കൊണ്ട് ഉടനെ ഒളിവിൽ പോകും. നമുക്ക് ഒളിവിൽ പോകേണ്ട കാര്യമില്ലല്ലോ, കാരണം നമ്മൾക്ക് അത് അത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ട്. സ്വാഭാവികമായിട്ടും ഇതുപോലെയുള്ള ഒരു കേസിന്റെ പരാമർശം പീപ്പിൾ ടിവിയിലൂടെ ബിജു രമേശ് പുറത്തുവിടുകയും അതിനെ തുടർന്ന് ആ പരാമർശത്തിൽ പെട്ടിട്ടുള്ള ആൾ ഒളിവിൽ പോവുകയും ചെയ്താൽ തീർച്ചയായിട്ടും എന്തെങ്കിലും സംശയിക്കേണ്ടതില്ലേ എന്നുള്ളൊരു ചോദ്യം ന്യായമായിട്ടും ഉണ്ടാവുന്നുണ്ട്.
പിന്നീട് എന്തുകൊണ്ട് അദ്ദേഹം പുറത്തു വന്ന് ഈ കാര്യങ്ങൾ പോലീസിനോടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട പത്രപ്രവർത്തകരോടോ പറയുന്നില്ല? അദ്ദേഹം ഒളിവിലിരിക്കുകയാണ് ഇപ്പോഴും. അതെ, പ്രിയന് തീർച്ചയായിട്ടും സത്യാവസ്ഥ എന്താണ്, താൻ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ ഉൾപ്പെട്ടിട്ടില്ല, അതിന്റെ കാരണങ്ങൾ, ഈ ദിവസം എവിടെയായിരുന്നു താൻ എന്നിത്യാദി കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വെളിപ്പെടുത്താമല്ലോ. സ്വാഭാവികമായിട്ടും ശാന്തികാനന്ദ മരിച്ച ദിവസം പ്രിയൻ എവിടെയായിരുന്നു, എന്ത് ജോലി ചെയ്യായിരുന്നു, അതിനെന്തെങ്കിലും തെളിവുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പത്രക്കാരുടെ മുമ്പിൽ വിശദീകരിക്കാമല്ലോ അദ്ദേഹത്തിന്. സ്വാഭാവികമായിട്ടും അദ്ദേഹം അതാണ് ചെയ്യേണ്ടത്. ഒളിവിൽ പോവുകയും അവിടെ ഇരുന്ന് കത്തെഴുതുകയും അല്ല വേണ്ടത്. ചെയ്യാവുന്ന ഒത്തിരി മാർഗങ്ങളുണ്ട്. സ്വന്തം നിലപാട് വിശദീകരിക്കാൻ, സ്വന്തം നിഷ്കളങ്കത സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് ധാരാളം മാർഗങ്ങൾ ഇന്ന് ഉണ്ട്. അത് ഉപയോഗിക്കുകയാണ് വേണ്ടത്. തീർച്ചയായും ശ്രീ ജേക്കബ് ജോർജ്, ഒരു കാര്യം കൂടി, ശ്രീ ഷാജി വെട്ടൂരാൻ കൂടി ഉണ്ട്, ദയവായി തുടരുക. ശ്രീ ജേക്കബ് ജോർജ്, താങ്കളിലേക്ക് ഒരിക്കൽ കൂടി. അതായത് ആഭ്യന്തരമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ആരാഞ്ഞിരിക്കുകയാണ്. പുനരന്വേഷണത്തിന്റെ സാധ്യതകളെ സംബന്ധിച്ചെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രിയന്റെ കത്തുകൂടി എത്തിയ ഈ സാഹചര്യത്തിൽ ഈ സമാനതകൾ, ഈ സാദൃശ്യമൊക്കെ കൂടി ഗവൺമെന്റ് തീർച്ചയായും പുനരന്വേഷണത്തിലേക്ക് തന്നെ എത്തേണ്ടതല്ലേ ശ്രീ ജേക്കബ് ജോർജ്? പ്രിയന്റെ കത്ത് എന്നതിനേക്കാൾ ഉപരി ബിജു രമേശ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയപ്പോഴത്തേക്ക് ഈ പ്രിയൻ എന്നയാൾ ഒളിവിൽ പോയി എങ്കിൽ എന്തിനൊളിവിൽ പോയി എന്ന ചോദ്യത്തിനാണ് പ്രസക്തി എന്ന് എനിക്ക് തോന്നുന്നു. സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളെല്ലാം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പരിഗണിക്കേണ്ടി വരും. അദ്ദേഹത്തിന് മുമ്പിൽ ഇതൊക്കെ എത്തും. തീർച്ചയായും അത് പരിഗണിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്. അതെ. തീർച്ചയായും ജേക്കബ് ജോർജ്, വളരെ നന്ദി ഈ നിമിഷത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ നമ്മോടൊപ്പം ഷാജി വെട്ടൂരാൻ കൂടി ചേരുകയാണ്. ശ്രീ ഷാജി വെട്ടൂരാൻ, താങ്കളൊക്കെ പറഞ്ഞ ആരോപണങ്ങൾ ശരിവെക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് പിന്നീട് കേരളം കണ്ടുകൊണ്ടിരുന്നത് ഈ ഒരാഴ്ച, ഈ 7 ദിവസങ്ങളായി. ഇതിൽ ഏറ്റവും നിർണായകമായി ബിജു രമേശ് പറഞ്ഞ ഈ കൊല ചെയ്തു എന്ന് ആരോപിക്കുന്ന അല്ലെങ്കിൽ സംശയിക്കുന്ന, ബലപ്പെട്ട സംശയം ഉന്നയിക്കുന്ന ഈ പ്രിയൻ ഒളിവിൽ പോയി, ഒളിവിലിരുന്നൊരു കത്തെഴുതുന്നു മാധ്യമങ്ങൾക്ക്, അതും ചില മാധ്യമങ്ങൾക്ക് മാത്രം. ശ്രീ ഷാജി വെട്ടൂരാൻ, ശരിക്ക് പ്രിയൻ ഇങ്ങനെ ഒരു കത്ത് രാഷ്ട്രീയം എന്ന് പറയേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ ഒരു സമുദായത്തിന്റെ ഒരു സാമിയുടെ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രിയൻ ബിജു പറഞ്ഞനുസരിച്ച് കൊലയാളിയാണ്. അപ്പൊ രാഷ്ട്രീയമായിട്ട് ഇത് നോക്കേണ്ട കാര്യമില്ല. കാര്യം, ഒരു കൊല നടന്നിരിക്കുന്ന 2 റീസൺ കൊണ്ടാണ്. ഒന്ന് പവറിന് വേണ്ടിയും ഒന്ന് സമ്പത്തിന് വേണ്ടി. ഇത് 2 സൈഡും കൂടെ ക്ലീൻ ആയിട്ട് ചാർജ് ചെയ്ത് പോയാൽ നമുക്ക് കൊലയാളിയും കിട്ടും, അതിന്റെ പുറകെ നിൽക്കുന്ന ആൾക്കാരെയും കിട്ടും. അതിൽ സംശയമൊന്നും വേണ്ട. അപ്പോ ഇപ്പൊ ഞാൻ ഈ മാധ്യമം കണ്ടുകൊണ്ടിരിക്കുകയാണ് കുറെ ദിവസം കൊണ്ട്. ശരിക്കും കുറെ ആൾക്കാർ പ്രതികരിച്ച് തുടങ്ങി. അപ്പോ ഇതെല്ലാം ഒരു നൂലിൽ കൊരുത്തെടുത്താൽ നമുക്ക് അതിന്റെ സത്യം അറിയാൻ ഈസി ആയിട്ട് പറ്റും. അതായത് കാര്യങ്ങൾ അറിഞ്ഞെടുത്തോളം പ്രിയൻ എന്ന വ്യക്തി അത്ര കണ്ട് അങ്ങനെ വൈദഗ്ധ്യമോ സംസാരശേഷിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മിടുക്കൊന്നുമില്ലാത്ത ഒരു വാടക കൊലയാളി എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. നമ്മൾ പറയുന്നില്ല, ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന ആൾക്കാർ പറയുന്നത്. തീർച്ചയായും അങ്ങനെയുള്ള ഒരാൾ ഒളിവിലിരുന്നു കൊണ്ട് എഴുതുന്ന കത്തിൽ രാഷ്ട്രീയ പ്രേരിതം എന്നൊക്കെയുള്ള വാക്കുകൾ എങ്ങനെ വരുന്നു? അത് ഇതിന്റെ പ്രിയന്റെ പിറകെ നിൽക്കുന്ന ആൾക്കാരുടെ ബുദ്ധിയാണിത്. ശരിക്കും പറഞ്ഞാൽ ഇത് എന്ത് രാഷ്ട്രീയം ഇരിക്കുന്നു. ഇപ്പൊ ഞാൻ ഈ ചാനൽ ചർച്ചയിലെല്ലാം പോകുമ്പോൾ ഇത് രാഷ്ട്രീയം പറയുന്നു. ഇവിടെ വന്ന 2 വിഷയമാണ്. ഒന്ന് മൈക്രോ ഫണ്ടിങ്ങിലെ തട്ടിപ്പ്. അത് വ്യക്തമായിട്ട് ബാക്ക്വേർഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ 2%, 4% കളക്ട് ചെയ്യേണ്ടടുത്ത് വനിതകളുടെ 12% കളക്ട് ചെയ്തിരിക്കുന്നു. ഇതിന് 2നും തെളിവ് AG തന്നിരിക്കുന്നു. അപ്പോ ഈ ബാക്കി പൈസ എവിടെ പോയി അത് മാത്രം തിരക്കിയാൽ മതി. 2, ഇവിടെ സ്വാമിയുടെ മരണത്തിനെ പറ്റിയുള്ള നിലനിൽക്കുന്ന ആ ദുരൂഹതയാണ്. അപ്പൊ ഇത് വ്യക്തമായിട്ട് ആൾക്കാർ മുന്നോട്ട് വന്ന് പറയുമ്പോ ഇവിടെ MM മണി മൂന്നാറിൽ പറഞ്ഞപ്പോ ഈ CM-നൊന്നും പ്രശ്നമില്ല. അത് ഉടനെ അന്വേഷിക്കാൻ അവർക്ക് പറ്റി. ഇവിടെ നമ്മുടെ സമുദായക്കാര് ശരിക്ക് പറഞ്ഞാൽ കരഞ്ഞു ചോദിക്കുന്നു ഇതൊന്ന് കണ്ടുപിടിക്കാൻ. എന്നിട്ട് ഇവര് സമയം എടുക്കുകയാണ്. ആർക്ക് വേണ്ടി? ഈഴവർക്ക് വേണ്ടിയാണോ? ഈ ഗവൺമെന്റിൽ നിന്ന് നമുക്ക് ഒരിക്കലും നീതി കിട്ടിയിട്ടില്ല. അതായത് ഈ പ്രിയന്റെ കത്ത് വരെയുള്ള ഇപ്പോൾ ഈ നിമിഷം വരെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സമുദായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മറ്റു സമുദായങ്ങൾക്കൊക്കെ സ്വീകാര്യനായ സാത്വികനായ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സന്യാസിയുടെ
മരണവുമായി ബന്ധപ്പെട്ട് അത് ജലസമാധി അല്ല എന്ന് തെളിവുകൾ സഹിതം നിരത്തിയിട്ടും സർക്കാർ കാണിക്കുന്നത് അലംഭാവമാണ്. ഇതാണ് നിങ്ങൾ സാമുദായിക വിശ്വാസികളുടെ ഏറ്റവും വലിയ പരിഭവം ശ്രീ ഷാജി വെട്ടൂരാൻ? 100%. കാര്യം ഇങ്ങനെ നമ്മൾ എല്ലാരും ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട് ആരെ പ്രൊട്ടക്ട് ചെയ്യുന്നു ഈ ഗവൺമെന്റ്? ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് സംശയം വരുന്നത് AK ആന്റണി സാറാണ് ഇതിന്റെ ഏറ്റവും വലിയ കള്ളൻ എന്ന് പറയണം. കാര്യം AK ആന്റണി സാർ അന്ന് ചീഫ് മിനിസ്റ്റർ ആയിരുന്നത് വെള്ളാപ്പള്ളി പറയുന്ന പോലെ ചെയ്തു കൊടുക്കാനും പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടെന്ന് നമ്മൾ അന്ന് കേട്ടപ്പോ AK ആന്റണി സാറിന്റെ ആ വലിയ മനസ്സ് നമ്മൾ വിചാരിച്ചു ഓക്കെ നമ്മുടെ സമുദായത്തെ ഗാർഡ് ചെയ്യാനാണ്. പക്ഷെ ഇപ്പോ അതല്ല. കാര്യം AK ആന്റണി സാറിന് സ്വാമിയായിട്ട് ഒരു വൈരാഗ്യം ഉണ്ടെന്ന് നമ്മളിപ്പോ മനസ്സിലാക്കി വരെയാണ്. കാര്യം കരുണാകര സാറുമായിട്ട് ഈ സ്വാമി പല ഘട്ടത്തിൽ നമ്മുടെ സമുദായത്തിന് വേണ്ടി പല കാര്യങ്ങളും നേടാൻ കരുണാകര സാർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ചില രാഷ്ട്രീയ ചർച്ചയ്ക്കും അറിവിനും സ്വാമി പോവാറുണ്ട്. അതൊക്കെ വ്യക്തമായിട്ട് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇതൊക്കെ ഉള്ളിൽ എന്തോ ഒരു വാശി വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നു ഇപ്പൊ ശിവഗിരിയില് ഒരു ചെറിയ സിവിൽ കേസിന്റെ പേരിൽ പോലീസിനെ കൊണ്ട് കയറ്റി അടിപ്പിക്കുകയും ചെയ്തത്. അപ്പൊ സ്വാമിയുടെ മരണം വന്നിട്ടും ഒന്ന് വിടുന്നില്ലെന്ന് പറഞ്ഞാൽ ഇത് വ്യക്തമായ ഒരു കാരണം കാണും. ഇത് ഡെഫിനറ്റ് ആയിട്ട് അല്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു ഉമ്മൻചാണ്ടി സാറിന്റെ പള്ളിയിലുള്ള ഒരു ബിഷപ്പോ പോപ്പോ പ്രശ്നം വന്നാൽ ഇവർ ഈ സംസാരിക്കുവോ? നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ നായർ സമൂഹത്തിലുള്ള പ്രമുഖർ ആരെങ്കിലും ചെയ്താൽ ഇവരിങ്ങനെ സമ്മതിക്കുവോ? അപ്പൊ ഇവിടെ ജനങ്ങൾക്ക് സത്യം അറിയണം. അത് അവരെന്തിനിങ്ങനെ ഡിലേ ചെയ്യുന്നെന്നാണ് ചോദിക്കുന്നത്. ഇതാണ് സമുദായ വിശ്വാസികളിൽ ഇപ്പോൾ ഏറ്റവും പരിഭവമായി ഉയർന്നു നിൽക്കുന്നതെന്നും ശ്രീ ഷാജി വെട്ടൂരാൻ പറയുന്നു. അതെ. അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് ഈ പ്രിയന്റെ കത്തിലേക്ക് തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യാം. അതായത് പ്രിയന്റെ കത്തിൽ കണ്ട ആരോപണങ്ങൾ താങ്കൾ നേരത്തെ പറഞ്ഞു രാഷ്ട്രീയ പ്രേരിതം എന്ന വാക്കുകൾ ഒരു പക്ഷേ അദ്ദേഹത്തിന് എഴുതി കൊടുത്ത് അദ്ദേഹം വായിക്കുകയാണ്, അദ്ദേഹത്തെ ഒളിവിൽ കൊണ്ടുപോയ കേന്ദ്രങ്ങളെന്ന്. ഒന്ന്. രണ്ട്, ഇതിനകത്ത് നിങ്ങളൊക്കെ പറയുന്നത് വിരൽ ചൂണ്ടുന്നതും വെള്ളാപ്പള്ളി നടേശനിലേക്കാണ്, അല്ലെങ്കിൽ സംശയത്തിന്റെ വിരൽ ചൂണ്ടുന്നത്. അങ്ങനെയെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പരസ്യമായി രംഗത്തെത്തി കാശിയിൽ പോകും, മുട്ടയടിക്കും എന്നൊക്കെ പറഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് പ്രിയന്റെ കത്തും ഒളിവിൽ പോയ പ്രിയന്റെ കത്തും എത്തുന്നത്. ഇത് യാദൃശ്ചികമായിട്ടാണോ ഷാജി വെട്ടൂരാൻ കാണുന്നത്? അല്ല. ഇതില് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു കൊച്ചു കുട്ടിയുടെ അടുത്ത് ചോദിച്ചാലും അത് ക്ലിയർ ആയിട്ട് പറയില്ലേ? കാര്യം ഇതൊക്കെ വ്യക്തമാണ്. ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഒരു മഹാൻ ചെയ്യേണ്ട ജോലി എന്താ? ഇത്രയും വിവാദം വന്ന് ഹി ഷുഡ് സ്റ്റെപ്പ് ഡൗൺ ഫ്രം ഹിസ് പൊസിഷൻ. വേണ്ടേ? ഹി ഷുഡ് സ്റ്റെപ്പ് ഡൗൺ. എന്റെ പുറത്ത് ഒരു അന്വേഷണം വന്നിരിക്കുന്ന തുടക്ക സമയത്ത് മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് അതാണ്. എന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് തെളിവുണ്ടെങ്കിൽ ഞാൻ അപ്പൊ ഇറങ്ങും, ഞാൻ ഇത് കളഞ്ഞിട്ട് പോകുന്നതാണ്. എന്താ ഇവിടെ VS കൊണ്ട് ഡോക്യുമെന്റ്സ് AG പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണിച്ചിട്ട് ഒരു സ്റ്റെപ്പ് എടുക്കാത്തത് എന്ത്? ശ്രീ ഷാജി വെട്ടൂരാൻ ദയവായി തുടരുക. ഇപ്പോൾ ചെറുന്നിയൂർ ജയപ്രകാശ്, അഡ്വക്കേറ്റ് ചെറുന്നിയൂർ ജയപ്രകാശ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജയപ്രകാശ്, പ്രിയൻ ഒളിവിലിരുന്ന് ഒരു കത്തെഴുതിയിരിക്കുന്നു. ബിജു രമേശ് ആരോപണം ഉന്നയിച്ച അതേ ദിവസം മിസ്സായ എറണാകുളം വീട്ടിൽ നിന്ന് മിസ്സായ പ്രിയൻ ഇപ്പോൾ ഒളിവിലിരുന്ന് ഒരു കത്തെഴുതിയിരിക്കുന്നു മാധ്യമങ്ങൾക്ക്, അതും ചില മാധ്യമങ്ങൾക്ക് മാത്രം. ഇതില് ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കണം. ഒളിവിലിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തതും ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളി ആണെന്നാണ് ഞാൻ സംശയിക്കുന്നത്. കാരണം ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശന്റെ ശേഷകാലം സന്തോഷ്, എറണാകുളത്തുള്ള സന്തോഷിന്റെ ഒരു വ്യവസായ ഒരു കടയിൽ തന്നെയാണ് ബിസിനസ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തില് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോ പ്രിയൻ. ആ പ്രിയന് ഇപ്പൊ ഇത് അങ്ങനെ ശേഷം മാറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതായത് ഈ പറഞ്ഞോളൂ. അതാണ് ഇത്രയും ഇഷ്യൂസ് ഉള്ള ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ ഈ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഈ സമുദായത്തിന് തന്നെ ആക്ഷേപമാണ്. അങ്ങനെയാണ് അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, ഈ കള്ളപ്പണം തെളിയിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ രാജിവെക്കാൻ ഒരു പൊതുരംഗം പോകാമെന്ന്.
അങ്ങനെയാണെങ്കിൽ അദ്ദേഹം 2001-ലോ 2-ലോ ആണെന്നാണ് എന്റെ ഓർമ്മ. ഈ അതെ അതെ, കേന്ദ്ര റെയ്ഡ് നടത്തിയത് അദ്ദേഹത്തിന്റെ വീട്. അതെ, ശ്രീ ചെറുന്നിയൂർ, അതായത് ഇങ്ങനെ ഇപ്പോൾ പ്രിയന്റെ പുറത്തെത്തിയിരിക്കുന്ന കത്തിലെ വിശദാംശങ്ങൾ അന്ന് ബിജു രമേശിനോട് പറഞ്ഞ അതേ വാക്കുകളാണ് ഈ കത്തിലും പ്രിയൻ പറഞ്ഞിരിക്കുന്നത്. അത് ബിജു രമേശ് പറഞ്ഞതിന്റെ വിശ്വാസ്യത കൂടുതൽ കൂട്ടുകയാണ് പൊതുസമൂഹത്തിന്റെ ഇടയിൽ. ഇനി യഥാർത്ഥത്തിൽ ഇത് പ്രിയന്റെ കത്ത് തന്നെയാണോ എന്നുള്ളത് പോലും എനിക്ക് സംശയമുണ്ട്. ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് പ്രിയന്റെ കത്തെന്ന് പറഞ്ഞ് അയച്ചാലും ആകാമല്ലോ. ശ്രീ ചെറുന്നിയൂർ, ഇതുവരെയും അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണങ്ങൾ എത്തിയിട്ടുണ്ട്. അതായത് ഇത് പ്രിയന്റെ തന്നെ കത്താണെന്നും പ്രിയൻ ചില മാധ്യമങ്ങൾക്ക് മാത്രം സെലക്റ്റഡായി അയച്ചു എന്നുള്ളതും. പക്ഷേ ഇതിന് പ്രിയന് പറഞ്ഞു കൊടുത്തതാര്, പ്രിയനെ ഒളിവിൽ കൊണ്ടുപോയ കേന്ദ്രം ഏത്, ഇതൊക്കെയാണ് ഇനി അറിയേണ്ടത്. അന്വേഷണത്തിന്റെ കൂടുതൽ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ ശേഷകാരന്റെ സ്ഥാപനത്തിലെ ഒരു സെയിൽസ് മാനേജറോ അങ്ങനെ എങ്ങാണ്ടാണ് ഈ പ്രിയൻ. അപ്പോ ശ്രീ ചെറുന്നിയൂർ, ഒരു കാര്യം കൂടി സമയപരിമിതി കൊണ്ട് ഞങ്ങൾ ഈ വാർത്ത അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി. അതായത് ഈ പ്രിയനെ അറിയില്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. പക്ഷേ തുഷാർ പറഞ്ഞു ആദ്യഘട്ടത്തിൽ അറിയാമെന്ന്. പക്ഷേ വെള്ളാപ്പള്ളി പറഞ്ഞത് പ്രിയനെ അറിഞ്ഞുകൂടാ എന്നാണ്. വെള്ളാപ്പള്ളിയും പ്രിയനും ഒക്കെ ഒന്നിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ ഉണ്ട് എന്ന് നേരത്തെ ബിജു രമേശ് അടക്കമുള്ളവർ പറഞ്ഞു. താങ്കൾക്ക് അത്തരത്തിൽ എന്തെങ്കിലും തെളിവുകളുണ്ടോ? എനിക്ക് അങ്ങനെയില്ല. പക്ഷെ യൂത്ത് മൂവ്മെന്റ് പല പരിപാടികളിലും പങ്കെടുത്തിട്ടുള്ളതായിട്ട് അറിയാം. തീർച്ചയായും വ്യക്തമാണ്. പ്രിയൻ ഒളിവിലിരുന്ന് പ്രിയൻ കത്തയച്ചിരിക്കുന്നു. ബിജു രമേശ് പീപ്പിൾ ടിവിയിലൂടെ ശാശ്വതീകാനന്ദയെ കൊന്നത് പ്രിയൻ എന്ന ആ വാക്ക്, ആ വ്യക്തി സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് കൂടുതൽ വ്യക്തമാകുന്നത്. ആ വ്യക്തി അന്ന് തന്നെ പ്രിയൻ ഒളിവിൽ പോയതാണ്. ആരോപണങ്ങൾ ബിജു രമേശ് ഉന്നയിച്ച അതേ ദിവസം ഒളിവിൽ പോയതാണ്. ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ഒളിവിലിരുന്നു കൊണ്ട് ചില മാധ്യമങ്ങൾക്ക് മാത്രം പ്രിയൻ വാർത്താക്കുറിപ്പ് അയച്ചിരിക്കുന്നു. ഈ വാർത്താക്കുറിപ്പ് സംബന്ധിച്ചുള്ള ഒരുപാട് സമാനതകളും സാദൃശ്യങ്ങളും ഒക്കെ ബിജു രമേശിന്റെ വാക്കുകളെ വിശ്വാസ്യത കൂട്ടുന്നതാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടത്. ഈ വിഷയത്തിലാണ് വിവിധ കോണുകളിൽ നിന്നും ഞങ്ങളോട് പ്രതികരിച്ചത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദും നൽകിയത്.